ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല കിഡിലൻ ബീഫ് വാരിയൽ കറിയായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടെൻഡർ ലിയോൺ എന്നറിയപ്പെടുന്ന ബീഫിന്റെ ഏറ്റവും രുചിയുള്ള ഇറച്ചി ഭാഗം. വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ തന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും 1000 ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇത് നമ്മൾ ബീഫിന്റെ വാരിയലൊക്കെ വാങ്ങിക്കൊണ്ട് നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല നെയ്യുള്ള ഭാഗമാണ്. നേരെ ഒരു കുക്കറിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ കൊച്ചുള്ളി അല്ലാണ്ട് വേറൊരു പരിപാടിയില്ല. കൊച്ചുള്ളി തട്ടിക്കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക് നടുകെ കീറിയത്, എന്നിട്ട് ഇതേ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒരു മുറി നാരങ്ങ കൂടി നല്ല രീതിയിൽ മീറ്റ് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെ ഇതാ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ മസാല എല്ലാം കൂടി ചേർത്ത് നമ്മുടെ മീറ്റിൽ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ടൈം എടുത്ത് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റമാണ് വാരിയൽ കറി എന്ന് പറയാൻ. നമ്മൾ അച്ചായന്മാരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. മാരിനേറ്റ് ചെയ്ത് നേരെ പ്രഷർ കുക്കറിൽ കയറ്റി ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും, അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറും കുക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതേ നമ്മുടെ വാരിയിൽ വെന്ത് നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചൊരു 15 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് കുറുക്കി എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല മക്കളെ, പൊളി സാധനമാണ്. അപ്പോൾ അതേ പരിപാടി കഴിഞ്ഞു. നമ്മളൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ഒന്ന് സെർവ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ടോപ്പിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടി ചോപ്പ് ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നെ കളറാന്ന് നോക്കണേ, ചുമപ്പും പച്ചയും മഞ്ഞയും എല്ലാം കൂടി മൊത്തത്തിലൊരു കളർഫുൾ വൈബാണ്. ഈ ടെൻഡർ ലിയോൺ എന്ന് പറഞ്ഞാൽ ബീഫിന്റെ മീറ്റിലെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഭാഗമാണ് കേട്ടോ. വാരിയലിനകത്ത് കാണുന്ന ഇറച്ചിയാണ്. സായിപ്പന്മാരൊക്കെ സ്റ്റീക്ക് അടിക്കാൻ ഉണ്ടാക്കുന്ന ബെസ്റ്റ് സാധനമാണ് കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീറ്റാണ്. ഓവറോൾ നല്ല ബെസ്റ്റ് ഇൻ ക്ലാസ് കിടുക്കാച്ചി സാധനം എന്ന് തന്നെ പറയാം. ഇനി പോത്തിറച്ചി വാങ്ങാൻ പോകുമ്പോൾ ബീഫിന്റെ ടെൻഡർ ലിയോൺ വാരിയലിന് അടിയിൽ ഇറച്ചിയുണ്ട് കേട്ടോ. അത് ചോദിച്ച് വാങ്ങി ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കിയാണ്ടല്ലോ 2 പ്ലേറ്റ് നിങ്ങൾ എക്സ്ട്രാ അടിക്കും. വെന്ത് കഴിഞ്ഞ് അടപ്പേന്ന് വാങ്ങി നമ്മൾ കുറച്ച് പെപ്പറും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് വാരിയൽ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പാത്രത്തിലിരുന്ന് ബീഫിന്റെ നെയ്യൊക്കെ ഇറങ്ങിയത് നല്ല സെറ്റായിട്ട് വന്ന് കിടപ്പുണ്ട്. ഇത് ശരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വെള്ളയപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, അരിപ്പത്തിരി, ഫ്രൈഡ് റൈസ്, ഇതിന്റെയൊക്കെ കൂടെ നല്ല കിടുക്കാച്ചി കോമ്പിനേഷനാണ്. മീറ്റിന്റെയൊക്കെ ഒരു ടെക്സ്ചർ, ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നന്നായിട്ട് തന്നെ വെന്ത് നല്ല സോഫ്റ്റ് ബ്യൂട്ടിഫുൾ മീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു രക്ഷയില്ല, കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. ടെൻഡർ ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അമ്മാതിരി ഒരു ഐറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ബീഫ് വാരിയൽ കറി പൊളിച്ചടുക്കിന്ന് തന്നെ പറയാം. ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ ഈ വാരിയലൊക്കെ അങ്ങോട്ട് വാങ്ങി കറി വെച്ചങ്ങോട്ട് പെട്ടയ്ക്കുന്ന ഉഷാറാട്ടെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതേപോലെ കിടില വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ കിടിലൻ വീഡിയോസ്. കിടിലൻ ഫുഡ് വീഡിയോസുമായി വീണ്ടും കാണാം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ബൈ.